ആദിവാസി വിഭാഗത്തിൽ തന്നെ അതീവ പരിരക്ഷ ആവശ്യമുള്ളവരാണ് പ്രാക്തന ഗോത്ര വിഭാഗം. വയനാട് ജില്ലയിൽ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കാട്ടുനായ്ക്കരും ചോലനായ്ക്കരുമാണ്. ഇവരുടെ ഉന്നതിക്കായാണ് കേന്ദ്ര സർക്കാർ PVTG പാക്കേജ് കൊണ്ടുവന്നത്. പദ്ധതി തുടങ്ങി 3 വർഷം പിന്നിടുമ്പോഴും കാര്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഭവന നിർമ്മാണവും ഭക്ഷ്യധാന വിതരണവുമാണ് ആദ്യം തുടങ്ങിയത്. എന്നാൽ ഇതും ഇപ്പോൾ നിർത്തിയ അവസ്ഥയാണ്. ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ കിർത്താഡ്സും അരുണഗിരിയും പാടെ ചേർത്ത് ചെയ്യുന്നൊരു പരിപാടി എന്നുവെച്ചാൽ താഴെയുള്ള സെക്ടറൽ ഓഫീസർമാർക്ക് ഇതിനെ പറ്റി അറിയില്ല. സെക്ടറൽ ഓഫീസർമാരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾക്കറിയില്ല, കോഴിക്കോട് നിന്ന് സാറ് തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. കോളനികളുടെ അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയവയാണ് പ്രധാനമായും പാക്കേജിൽ ഉൾപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ വീട് നിർമ്മാണവും ഭക്ഷ്യധാന വിതരണവും തുടങ്ങി. ഏറെ കഴിഞ്ഞാണ് കാർഷിക മേഖലയിലേക്ക് ഫണ്ട് അനുവദിച്ചത്. ഭക്ഷ്യധാന വിതരണം മുടങ്ങിയതോടെ കോളനികളിൽ പലതിലും പട്ടിണിയുമുണ്ട്. ഓരോ കോളനി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പട്ടിണിയായി കിടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണിക്ക് പോകുന്നവർ സുഖമായിട്ട് കഴിയുന്നുണ്ട്, അല്ലാത്തവർ പട്ടിണി കിടക്കും. അരണമല തന്നെ ഒരു 3-4 കുടുംബത്തെ പട്ടിണിയതാണ്. ഇതിനെല്ലാം ഉത്തരവാദി നമ്മളെ കിർത്താഡ്സും അരുണഗിരിയും തന്നെയാണ്. ഇവർ നേരെ നിന്ന് കഴിഞ്ഞെങ്കിൽ ഈ പാക്കേജ് നല്ല രീതിയിൽ കൊണ്ടുപോകാനും കഴിയും, നല്ല രീതിയിൽ തീർക്കാനും കഴിയും. കാട്ടുനായ്ക്ക വിഭാഗക്കാർക്കായി പ്രത്യേക പാക്കേജ് വന്നതോടെ സംസ്ഥാന സർക്കാരിന്റെ ആദിവാസി വികസന പ്രവർത്തനങ്ങൾ കാര്യമായി ഇവർക്കിടയിലേക്ക് എത്തുന്നില്ല. PVTGയിൽ ഫണ്ട് നിലച്ചതോടെ രൂക്ഷമായ പ്രതിസന്ധിയിലാണ് പ്രാക്തന ഗോത്ര വിഭാഗത്തിലുള്ളവർ. മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.